വന്നില്ലേ ജോണി മാമൻ എവിടെ? എടാ അത് എന്റെ വണ്ടിയില്ലേ? എടാ അതാരെ കൊണ്ടുപോയി? എടാ അതിന്റെ കൊണ്ടുപോയി വള്ളി പിടിച്ച് അതൊക്കെ എന്റെ നിലയിലാവല്ലോ. തീർച്ചയായിട്ടും ആവും. വണ്ടിയൊക്കെ ലോക്ക് ആക്കി ഇടണ്ടേ? ഒരു ഉത്തരവാദിത്വം അതിന് ഓ യുവമാര് അവിടെ പോയി വള്ളി പിടിക്കുന്നു. അതിനകത്തോണ്ട് ഒരു 4 പേര് ഒരുമിച്ച് അടുത്തുകൊണ്ട് ഇടിച്ചേറ്റ് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാലോ? എടാ ഇത് എങ്ങോട്ടാ ഈ വണ്ടി വെച്ച് പിടിക്കാൻ പറ്റത്തില്ല. അത് ശരിയാണ്. നമ്മള് ഇതിലാ മറ്റേ പൂജയിലാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ സഹോദര, വണ്ടി എടുത്തത് മോശമായി പോയെന്ന് പറയാല്ലേ. എന്റെ മൂക്കത്ത് ഒട്ടിച്ചുണ്ട് അത് കണ്ടില്ലേ? ഞാൻ ഡീസന്റ് ആണ്, മനസ്സിലായ? 10 ദിവസത്തേക്ക് ഞാൻ എന്റെ എല്ലാം അടക്കി വെച്ചേക്കുക. അവനെ ഇതിനൊന്നും മാറ്റി എടുത്ത് സംസാരിച്ചാൽ മതി. ഞാൻ അവന്റെ വണ്ടിയിൽ ബോംബ് വെച്ചിട്ട് അവൻ ആ വണ്ടി കൊടുത്തുവിടാം. എന്നാ നീ ബോംബ് വെച്ചേക്ക്, ആ വണ്ടിയിൽ ബോംബ് വെക്കാം. എന്നിട്ട് നമുക്ക് പുറകെ നടക്കാമോ നശിക്കുന്നത്? അതെ, എനിക്ക് തോന്നുന്നു മാമന്റെ അടുത്ത് തന്നെ വേണമെന്ന് ചൊറിയാ തോന്നുന്നു. എല്ലാ വണ്ടിയും വള്ളി പിടിക്കുന്നു. എടാ ആ വണ്ടി പിടിക്കാൻ പറ്റത്തില്ലടാ. എടാ വള്ളി പിടിക്കുവാടാ. എടാ ഈ വണ്ടി വെച്ച് പിടിക്കാൻ പറ്റത്തില്ല, വണ്ടി മാറ്റേണ്ടി വരും. മിക്കവാറും ഹിറ്റുചേട്ടനെ വിളിക്കും. ഇത് മിക്കവാറും ഞാൻ ഇവനെ കൊല്ലും കേട്ടോ. നമുക്ക് നമുക്ക് അവനെ കൊന്നിട്ട് അത് ആരും അറിയാണ്ട് നമുക്ക് കുഴിച്ചിടാം പീടിയെ കൊണ്ടേ. ഇത് നമ്മള് അപ്പാപ്പനെ അറിയാണ്ടിരുന്ന പോലെ നമ്മൾ ഇത് പുറത്തറിയില്ല. നമ്മള് 4 പേരല്ലാണ്ട് ഇടി ചെവി അറിയില്ല. അത്രേ ഉള്ളൂ. എടാ കേക്കാവോ? റേഡിയോ കേക്കാവോ? എടാ അതല്ലടാ, എന്റെ വണ്ടി ഏതോ ഒരുത്ത എടുത്തോണ്ട് പോയിട്ട് വള്ളി പിടിക്കുക. അവനൊന്ന് പിടിക്കണമായിരുന്നു. നമുക്ക് അടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പിടിച്ച് സംസാരിക്കണം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടില്ല. കോട്ടറാണോ അപ്പൊ വള്ളി പിടിക്കുന്നേ? തിരിച്ചു വന്ന് ഇവിടെ ഇട്ടുന്ന വണ്ടിയാ. എടാ പീഡ് ചേസ് ചെയ്യുവാ വണ്ടി. ഉണ്ട് ട്രാക്ക് ചെയ്യാ. എടാ പറഞ്ഞു കൊടുക്കടാ, മാർക്ക് ചെയ്ത് കൊടുക്ക്. ഇതാ ലൊക്കേഷൻ ഇതാ. എന്താ കേട്ടില്ല. ഇറങ്ങി വരട്ടെ നമ്മളെന്തായാലും. അങ്ങനെയാണ് ഇത് അറിഞ്ഞോണ്ടുള്ള പരിപാടി. എടാ യുകെയുടെ ഗാങ് ഹൗസിന്റെ അകത്തുണ്ട്. ഇവിടെ അല്ലല്ലോ, അപ്പുറത്തല്ലേ? എടാ എന്തിനാ വണ്ടി എടുത്തോണ്ട് പോയി? വണ്ടി എന്തിനാ എടുത്തോണ്ട് പോയി? എടാ ഡെത്തെക്സോ ഈ D11 D11 വാ. D11 ഈ ഗാങ്ങാ എടുത്തോണ്ട് പോയിരിക്കുന്നത്. അടിച്ചിടാൻ തോന്നുവാ. പേരെന്താ നിന്റെ പേരെന്താ? അല്ല അത് ആരാ എടുത്തേ? ഓക്കെ. എടാ അവന്റെ പേര് വെച്ചു. പേരെന്താ? ബ്രോ പൊട്ടം കളിക്കല് പേര് വെക്കുന്നിട്ടില്ലല്ലോ. എടാ കേക്കുന്നുണ്ടോ നിനക്ക്? കേക്കുന്നുണ്ടോ? എടാ ഹോസ്റ്റേജ് എടുത്തേക്കടാ. കൈവക്കി നിൽക്കുമല്ലേ? ഹോസ്റ്റേജ് എടുക്ക്. വേട്ടാവിളിയന്മാരെ കാര്യം. ഓക്കെ പോവാ. എടാ ആ വണ്ടി ഒരാൾ എടുത്തോടാ. ആ വണ്ടി കൂടി ഒരാൾ എടുത്തോ.
നിനക്ക് കയറാൻ പറ്റത്തില്ല. ഓക്കെ പോവാം. വെയിറ്റ് ചെയ്യാം, അവരെ പറഞ്ഞിട്ട് വരാം. മറന്നേക്ക്. പീഡിയൊക്കെ ചേസിലായിരുന്നു ബ്രോ ആ വണ്ടിയായിട്ട്. എടാ കേക്കാവോ ഇവ ഈ വണ്ടി എടുത്തോണ്ട് പോയിട്ട് എല്ലാവരുമായിട്ട് വള്ളി പിടിക്കുകയും അതുപോലെ പീഡി ആയിട്ട് ചേസും എല്ലാം ആയിരുന്നു. നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. ഓക്കെ നിങ്ങളുടെ ഗ്യാങ്ങിലുള്ളതല്ലേ അപ്പോ? ഓക്കെ 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 ഓക്കെ. എടാ എന്നാ പോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, പീഡി കൊണ്ട് കൊടുക്കാം. ബാ, എൻ്റെ അടുത്ത് പറഞ്ഞ 2-3 പേര് വന്നാൽ മതി എന്നാ. എടാ മറ്റേ ഇത് മാറ്റിക്കോ, ഹോസ്റ്റേജ് മാറ്റിക്കോ. അല്ലെ അകത്ത്. ആ ഓക്കെ വാങ്ങാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ 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 കുഴപ്പമില്ല. അവിടെ നിൽക്കട്ടെ. റിയാൻ സാർ ഉണ്ടോ? റിയാൻ സാർ ആ ഓക്കെ. എടാ കള്ളനെയും കൂടെ കൊണ്ടോ. കള്ളൻ സാറേ ഒന്ന് അവനെ മറ്റേ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഒന്നും മിണ്ടുന്നില്ല, ഊമയായിട്ട് നിൽക്കുക, അഭിനയിക്കുക. ഇതോ ആ നിൽക്കുന്ന പയ്യൻ, അവനാണ് വണ്ടി എടുത്തോണ്ട് പോയത്. പക്ഷെ നമ്മള് ഒന്നും ചെയ്യാതെ തിരിച്ചിങ്ങ് പിടിച്ചോണ്ട് വരുമായിരുന്നു. കാരണം ചിന്നാട സാർ ഇവന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. വണ്ടി എടുത്തോണ്ട് വന്ന വഴിക്ക് വണ്ടി എവിടെ ബ്രേക്ക് പിടിച്ച് നാക്കി സ്റ്റിയറിംഗ് ഇടിച്ച് നാക്ക് പോയി. അല്ല ചിന്നാട സാർ DH വിളിച്ചായിരുന്നു. റയാൻ സാറിന്റെ കൊടുക്കാൻ പറഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല. വണ്ടി എടുത്തോണ്ട് പോയിട്ട് പീഡിക്കാരനൊക്കെ കൊണ്ടുവച്ച് ഇടിച്ചായിരുന്നു. അങ്ങനെ പീഡിയും ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ എന്റെ വണ്ടിയായിരുന്നു. അതാ എടുത്തോണ്ട് അങ്ങനെ ചിന്നട സാറിന്റെ നമ്മള് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വണ്ടി സിറ്റിയില് ഫുള്ളി എല്ലാ ആൾക്കാരും ചെന്നിട്ട് വണ്ടി ഫിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെയായിരുന്നു. നമ്മള് പിന്നെ ചിന്നാട സാർ ഇതിലുള്ളോണ്ടാ ഇതാണ് മറ്റേ സസ്പെക്ട് എന്നാ അവര് പറയുന്നത്. കണ്ടൊക്കെ വെച്ചിട്ടുള്ള അതായത് ആ പുള്ളി പീഡിയുടെ അടുത്തും ബാക്കിയുള്ള അതാ ഞാൻ ഹെൽപ്പ് ഇട്ടു. പക്ഷെ ആരും വന്നിട്ടില്ലായിരുന്നു. അല്ല അവന് വള്ളി പിടിക്കാൻ പറ്റുമായിരുന്നു. ബാക്കിയുള്ള വണ്ടിയിലൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. വെയിറ്റ് നമ്മുടെ വഴക്കുണ്ടാക്കല്ലേ സാറേ. ഈ പുള്ളിയുടെ പേരെന്തുവാ? കേരള ഒരു കാര്യം ചെയ്യാം, 3-ാം തീയതി സംസാരിക്കാൻ വേണ്ടി വന്നേ സാറേ. നിങ്ങളുടെ കൂടുതൽ ആളല്ലേ? എന്താ മിണ്ടാത്തെ? അല്ല സാറേ വേറൊരു പ്രശ്നമുണ്ട്. ഇവന്മാരും കൂടെ ഇല്ലായിരുന്നു. ഈ വണ്ടി മോട്ടിച്ച സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. കറന്റ് മിണ്ടാൻ പറ്റുന്ന സാഹചര്യമാണോ? നമ്മളെ കൊണ്ടുവന്ന അവിടുന്ന് കൈപൊക്കി നിൽപ്പുണ്ടായിരുന്നു. സാറേ ഇതില് ചിന്നാട സാർ ഉള്ളതുകൊണ്ട് മാത്രം നമ്മളിത് ഇങ്ങനെ ഡീലാക്കി. മനസ്സിലായി. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചിന്നട സാർ ഇപ്പം മറ്റേ DH പോയേക്കോ. അപ്പൊ സൂപ്പർ. ഇത്ര നേരമായിട്ട് നമ്മളിവിടെ നിപ്പുണ്ട്. മാറിപ്പോയിട്ട് അറിഞ്ഞിട്ട് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു നോക്കി ഇത് മറ്റേ പുള്ളിയാണ്. ബ്രോ അതവര് ചോദിച്ചൊരു പോയിന്റ് അല്ലേ? റേഡിയോ ഒന്ന് സൈലന്റ് ആവടാ. റേഡിയോ സൈലന്റ് ആവടാ. ജോണിയോമ ഒന്ന് പമ്പിലോട്ട് വരും. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവരെ കൊല്ലേണ്ടി വരും. ജോണിയോമ ഇവന്റെ കോണ അത്ര പോരട്ടെ. ഇവനെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ അടിച്ചങ്ങ് പൊട്ടിച്ചാൽ ഇവനെ വെള്ളമുടിയല്ലേ? കൊണ പോരാ. അവന് നല്ല കൊണയുണ്ട്. വെളിയിലത്തെ കാര്യം ഒന്നും ട്രാക്കല്ലേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് വയ്യേടാ. നിനക്ക് ഞാൻ മറ്റേ ലോയുടെ കാര്യം പറഞ്ഞേ.
ലോയോ അല്ല, നിങ്ങൾ എന്തിനെ പറ്റിയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മള് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു വയ്യാത്ത പയ്യനാണ്, എനിക്ക് ചൊറിഞ്ഞു വരുവാ ചില സമയത്ത്. നീ നമ്മളടുത്ത് സംസാരിക്കത്തില്ല, നിന്റെ കൂട്ടത്തിലുള്ള കൊച്ചു കള്ള. അല്ല ഇവനെ നമുക്ക് തിരിച്ചെടുത്തോണ്ട് പോകാൻ പറ്റുമോ? നമ്മള് കൊണ്ടുപോകാൻ തിരിച്ചെടുക്കാലോ. വേറൊരു കാര്യം ലിറ്റു, സിറ്റിക്കകത്ത് കേട്ട് സംസാരിക്കാൻ അതിന് വിളിച്ചു കൊടുക്കാലോ. എടാ ദൈവം പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. മറ്റേ ഹെൽപ്പ് ഇട്ടിട്ടേ ആ റീസൺ വെച്ചൊന്ന് ഹെൽപ്പ് ഇട്ട് നോക്കിയടാ വരുന്നുണ്ടോന്ന്. അല്ലല്ല സിറ്റിക്കകത്ത് കേറിട്ട് മറ്റേ ഊമ കളിക്കുന്ന അല്ലല്ല സാറേ, ഇതിപ്പോ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്യാങ് ഹൗസിന്റെ അവിടെ നിന്നും കണ്ടാണ് കിട്ടിയെന്നവർ ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഇപ്പം അവിടെ നിന്ന് എടുത്തത് ആരാന്ന് നമ്മുടെ ഒരു ഓഫീസർ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഓഫീസർ ഇപ്പം DH കഴിഞ്ഞ് വരും. അപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ പുള്ളിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻസ് നമുക്ക് എടുക്കാം. ഇപ്പൊ ഈ പുള്ളി അല്ല എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ല ഈ പുള്ളിയാണ്. അല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ പുള്ളി സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ പുള്ളിയാണ് PD വണ്ടിക്കിട്ട് ഇടിച്ചതും അതുപോലെ നമ്മൾ കുറെ ചേസ് ചെയ്തായിരുന്നു ഈ പുള്ളിയെ. അല്ല ഇത് പമ്പിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല വണ്ടി മിസ് ചെയ്യാൻ ഞാൻ ട്രാക്ക് ചെയ്തതാ. സിതാനെ ഒരു സെക്കൻഡ്, ഞാൻ ആളെ പിടിച്ചത് പമ്പിന്നാണ് മിസ്സായെന്ന് എങ്ങനെ മനസ്സിലായി? നമ്മളവിടെ പമ്പിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ആളും അത്ര മാന്യനൊന്നുമല്ല. കാരണം ഈ പീഡിയെ പിറ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മളുമായിട്ട് സിറ്റുവേഷൻ ആയതും എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളുമായിട്ട് ചേസ് ആയതും ഈ പുള്ളി തന്നെയാണ്. പിന്നെ ചിന്നാട സാർ ഇതിലുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഇത് സംസാരിക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ പുള്ളിയാണോ അവിടെ നിന്ന് കട്ടയല്ലെന്ന് അറിയാൻ പറ്റും. സാറേ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ സാറേ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് സാറേ അതല്ല ഇത് ആ പുള്ളിക്കാരൻ ഇവരോട് പറഞ്ഞതാണോ, ഇവരെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കാമോ? ജസ്റ്റ് അത് മാത്രം. എടാ നിങ്ങളുടെയൊക്കെ കണ്ണുണ്ടോ ആ മറ്റേ ആ വായിലൊരു ഇൻഡു അടിച്ചിരിക്കുന്നില്ലേ അവനെയും, അതുപോലെ ഈ സംസാരിക്കാത്തവനെ അടിച്ചിട്ടേക്ക്. വേറെ ആരും ഒന്നും ചെയ്യണ്ട. ഇപ്പഴല്ല ഹോസ്റ്റേജ് എടുക്കാൻ നിന്ന് തരത്തില്ലടാ, ഉറപ്പാ. ഇല്ല അത് നമുക്ക് പൊക്കാം, എന്നിട്ട് നേരെ കക്കൂസി ഒന്ന് കഴിപ്പിച്ചിട്ട് വിടാം. അല്ലടാ അവൻ നിന്ന് തരത്തില്ല. നിക്കോന്ന് നോക്കണോ? നോക്കിയില്ലെങ്കിൽ നമുക്ക് അടിച്ചിടാം. അതല്ല ചോദിക്കുന്നത് സാറേ. അത് പീടി വന്നോട്ടെ. സാറേ എനിക്കൊരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇവൻ സംസാരിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാ ഞാൻ ഇവിടെ വന്ന പീടിയിൽ അവിടെ വെച്ചിട്ട് ഇവിടെ വന്നപ്പോ കറക്റ്റ് പറഞ്ഞ് ഇവനല്ലേ വണ്ടി എടുത്തേ. ആ ടൈമിൽ ഇവരെ ആരും കൂടെ ഇല്ല, ഇവൻ സംസാരിക്കത്തില്ല. പിന്നെ ഇവരെങ്ങനെ നിയമം പോരാ. അത് സാറ് തന്നില്ലല്ലോ സാറേ അവര്. ചിന്നാട സാറ് വരട്ടെ. പീടിയിലോട്ട് വന്നിട്ടില്ലെങ്കിൽ അവന്മാരെ ഇപ്പൊ തല്ലിക്കൊല്ലേണ്ടി വരും. ഈ ഒരു ഗ്യാങ് ആണ് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടേ. ഇപ്പൊ പീഡിക്കാര് അവർക്ക് വേണ്ടിയാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പീഡിക്കാര് മൊത്തം അവർക്ക് വേണ്ടിയാ. ഇപ്പൊ ആ ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് പീഡിയിലെ. ഇപ്പൊ അങ്ങനെ നിൽക്കുക. ഡെത്തെക്സ് ആണെന്ന് തോന്നുന്നു. ഡെത്തെക്സ് പുറത്ത് ഈ രാത്രിന്റെ കുറച്ച് സീനുണ്ട് സംസാരിക്കാൻ. ഓക്കെ, ഞാനിവിടെ പറഞ്ഞുതരാം. നമ്മള് ഗ്യാങ് ഹൗസ് നമ്മുടെ വണ്ടി റിവീൽ ചെയ്യുന്നത് നോക്കിയെന്നെ. അപ്പം അവൻ ഗ്യാങ് ഹൗസ് താഴെ അപ്പൊ ഇങ്ങനെ വണ്ടി കിടക്കണം. അവിടെ എങ്ങനെ അറിയില്ല, അവിടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. അവിടെ എങ്ങനെയാടാ വണ്ടി വരുന്നത്? അവിടെ അല്ല ഇട്ടിരുന്നത്, മുതുക്കിലെ വണ്ടി ഇട്ടിരുന്നേ. ഓക്കെ, എല്ലാം പോട്ടെ. നിങ്ങളുടെ ഗ്യാങ് ഹൗസിലെ വണ്ടി വന്നതെന്നും വിചാരിച്ചോ, അതും കുഴപ്പമില്ല. പിന്നെ ഇവൻ ആ വണ്ടി വെച്ചിട്ട് നമുക്കെതിരെ തന്നെ ഒരുമാതിരി ചേസും പിന്നെ പീഡിക്കാരെ വണ്ടിക്കിട്ട് ഇടിക്കുക ഞാൻ നോക്കിയപ്പോ. അത് ഞാനെന്ന് വിചാരിക്കത്തുള്ളൂ, മനസ്സിലായോ? അതൊക്കെ ചെയ്തത് ന്യായീകരിക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങളുടെ ആ വായില് മറ്റേ മാസ്ക് ഇട്ടേക്കുന്ന അവന്റെ പേരെന്താ? ഒരാളെ നിന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ അവിടെ? ഓക്കെ അപ്പൊ എന്തായാലും ഇത് പീഡി വന്നിട്ട് എന്താന്ന് വെച്ച് നോക്കട്ടെ, ബാക്കി പിന്നീട്. അവന്റെ പേരെന്താ? സ്കൈ എന്നോ പറഞ്ഞേ? ഓക്കെ
അവിടുന്ന് ബഗ്ഗായി താഴെ വീണപ്പോ ജസ്റ്റ് ആ വണ്ടി എടുത്തോന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വണ്ടി എടുത്തോന്നേ ഉള്ളൂ. ഓക്കെ, ഇവരെ കണ്ടു. അല്ലല്ല, ഇല്ല ഒന്നും ചെയ്തില്ല. വണ്ടി നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ നല്ലായിരുന്നു എടുത്തത്. പുള്ളി ഗ്യാങ് ഹൗസിലാണ് എടുത്തത്. അല്ല ഇല്ല പുള്ളി ഗ്യാങ് ഹൗസിലാണ്. അല്ല ബ്രോ, ഇങ്ങനെ ഗ്യാങ് ഹൗസിലാണ് ബ്രോ ഉണ്ടായിരുന്നേ. അയാൾ ഗ്യാങ് ഹൗസിലുണ്ടായിരുന്നു. ഗ്യാങ് ഹൗസിൽ നമുക്ക് വെഹിക്കിൾ റിവീലിംഗ് പരിപാടി നടക്കുമായിരുന്നു. ഈ പുള്ളി എന്റെ തൊട്ട് പറ്റേ നിൽക്കുമായിരുന്നു. അവിടുന്ന് നേരെ താഴത്തോട്ട് വീണ് പോയതാ പുള്ളി. അതുപോലെ തന്നെ ഇത് ആ സിറ്റുവേഷൻ വഷളാക്കാനായിരുന്നു അവിടെ ഫയർ ചെയ്തിട്ടായിരുന്നു ബ്രോ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവനെ ആരും വെടിവെക്കോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളും ചെയ്തിട്ടില്ല. നമ്മള് വഷളാക്കാനല്ല ബ്രോ. കാര്യം പറഞ്ഞെടുത്തപ്പോഴത്തേക്ക് ഒരു പ്ലെയർ ട്രിഗർ ആയിക്കൊണ്ടിരുന്നത്. ആര് ബ്രോ ഇങ്ങനെ അറിഞ്ഞു, ഇപ്പൊ എങ്ങനെ അറിഞ്ഞു, ബ്രോ എങ്ങനെ അറിഞ്ഞു? ബ്രോ അല്ലായിരുന്നു വണ്ടി എടുത്തേ? ആരായിരുന്നു വണ്ടി എടുത്തേ? അല്ല ഞാനല്ല വണ്ടി എടുത്തത്. ചോദിച്ചെന്താ അറിയോ, ഇവൻ വന്നിട്ട് പറഞ്ഞ് പുള്ളി നമുക്കും ചോദിക്കാനുള്ളൂ ബ്രോ എങ്ങനെ അറിഞ്ഞു അത്ര അതേ ചോദിച്ചിട്ടുള്ളൂ. ഫോണിൽ മെസ്സേജ് ഒരു ലൂപ്പുകൾ പറഞ്ഞുതരാം. അവന്റെ ഫോണ് നമ്മൾ അവിടെ വെച്ച് എടുത്തായിരുന്നു പറ. ഫോൺ റേഡിയോ നമ്മളവിടെ വെച്ച് അവന്റെ ഫോൺ റേഡിയോ എടുത്തായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഫോൺ മെസ്സേജ് ഫോൺ ഉണ്ടായിരുന്നു ഇല്ല ബ്രോ, നമ്മള് ഫോൺ റേഡിയോ എടുത്തായിരുന്നു ബ്രോ. നമ്മളെ നമുക്കറിയാലോ. വണ്ടി എടുത്തോണ്ട് പോകുമ്പോ പിന്നെ ഗ്യാങ്കരിയാണെന്ന് അറിയത്തില്ല. നമ്മള് കണ്ടന്റ് ചെയ്ത് അവന്റെ ഫോൺ റേഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ആ പുള്ളി വണ്ടി എടുത്തോണ്ട് പോയ ആളോട് സംസാരിക്കാനാ വന്നേ. പുള്ളി എന്ത് എടാ നീ എന്നെ വിളിച്ചായിരുന്നോ നേരത്തെ വല്ലോ? ഇല്ല. പിന്നെ ബാറ്റ്മാൻ അവോയ്ഡ് എപ്പോ ആണോ? അല്ല, സിറ്റി കേറിയപ്പോ അല്ലെന്ന് അറിയാം. ഞാൻ നിന്നെ കുറച്ച് മുന്നേ അവോയ്ഡ് ആക്കിയായിരുന്നു എപ്പോഴേലും. എനിക്ക് ഓർമ്മയില്ല. എടാ വാസ്കോ ഡാൻജി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എടാ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. എടാ ഡാൻജി, നമ്മുടെ ഈ DX ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോ അവിടുന്ന് ഒരാൾ നമ്മുടെ അടുത്ത് പുറത്തോട്ട് സംസാരിക്കാൻ വന്നില്ല. എന്നിട്ട് ഇവൻ നമ്മുടെ കൂടെ ഉള്ള അല്ലെന്നും പറഞ്ഞില്ലേ? അതാരായിരുന്നു ഇതില്? ഈ നീലമുടിയായിരുന്നു. അപ്പൊ അതാണോ ആ നീലമുടി? എടാ നീലമുടി നീയല്ലേ പറഞ്ഞ അവിടെ വെച്ചിട്ട് അവൻ നിങ്ങളുടെ കൂടെ ഉള്ള അല്ലെന്നാ? അവ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ നീ പറഞ്ഞ കറക്റ്റ് അതേപോലെ എപ്പോഴും പറഞ്ഞുതരാം. നീ പറഞ്ഞ എന്താ, അവൻ സംസാരിക്കുന്നില്ല, നിങ്ങളെ കൂടെ അല്ലല്ലോ വെച്ചപ്പോ പറഞ്ഞു അല്ല. അപ്പോഴാണ് നമ്മൾ അവനെ എടുത്തോണ്ട് പോയത്. അല്ല അതല്ല ഓക്കെ നീ പറഞ്ഞതും അതാന്ന് എന്നെ കൂട്ടിക്കോ. ഒരു കാര്യം ഞാൻ മിലിറ്ററി ബേസിൽ ഡെഡ് ആയി കിടക്കുന്നു. എന്നെ EMS നല്ല ഡിലേ ആയി പൊക്കാൻ വന്നപ്പോ ഞാൻ പൊക്കിയ പാടി നേരെ എലിക്ക് വരെ വന്നതാ. അല്ല നീ അവിടെ നിന്നപ്പോഴല്ലേ ഈ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നേ? എവിടെ? നീ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നല്ലോ നമ്മൾ വന്നപ്പോ. ഞാൻ പറയട്ടെ, ഞാനും സ്പൈഡി എന്ന് പറഞ്ഞിടത്തിനും ഞങ്ങൾ ഹെലിയില് മിലിറ്ററി ബേസ് റിപ്പയർ ചെയ്യാൻ പോയി. ഓക്കെ, അവിടെ വെച്ച് ഞങ്ങളുടെ ഹെലി ബ്ലാസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ചത്ത്. ഞാൻ നല്ല സ്റ്റാർട്ടിങ് തന്നെ ചത്ത്. മറ്റേ ഒരു 5 മിനിറ്റ് ഞാൻ ചത്ത് കിടക്കുന്നു. ഞാൻ വന്ന പാടി അവിടെ റേഡിയോ പറഞ്ഞ അവിടെ ഒന്ന് കൂടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടാണ് വന്നത്. അല്ല എനിക്കൊന്നും അറിയില്ല. സാർ ആ സമയത്ത് അവിടെ വന്ന് ജസ്റ്റ് നിന്നതേ ഉള്ളൂ. ഇൻവോൾവ് ആയിട്ടില്ല. ഞാൻ വണ്ടി പോലും കണ്ടിട്ടില്ല. ഞാൻ ഒരു പിങ്ക് ബെഞ്ച് അല്ല അവിടെയാണോ? അതാണോ സാർ പറഞ്ഞത്? അതല്ല നിങ്ങളുടെ ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി. സാറേ ഞാൻ സാറല്ലായിരുന്നു എന്നോട് മറ്റേ പമ്പിൽ നിന്നേ നമ്മളെല്ലാം സംസാരിച്ചോണ്ടിരുന്നേ. ആ സമയത്തായിരുന്നു ഈ സാധനം നടത്തി. സാറേ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. നമ്മുടെ അവിടെ പാർക്ക് ചെയ്തൊരു വണ്ടി അത് എടുത്തോണ്ട് പോയി ആരെങ്കിലും ഇടിക്കോ എന്തിനും ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പേരിലല്ലേ വരുന്നത്? നിങ്ങളുടെ പേരിൽ തന്നെയാണ് മനസ്സിലായി സാറേ. അപ്പം അതേ നമ്മളും പറയുന്നുള്ളൂ. ഇവരാരെങ്കിലും എടുത്തെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടു, ഇവരാണെന്ന് കണ്ടു. ആ സമയത്ത് സാർ ഒരു കാര്യം കൂടി നോക്കണം. നിങ്ങൾ ഒരു കാര്യം പറയണോ, ഇവരും ഒരു കാര്യം പറയണം. അപ്പം രണ്ടുപേരിൽ ആരാ പറയണ? അതാണ് സാറ് ഞാൻ പറഞ്ഞ നമ്മുടെ പോലീസ് ഓഫീസർ കൂടി ഉണ്ട്. ചിന്നാട സാറ് സാറും കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം കണ്ടോണ്ട് DXന്റെ ഗ്യാങ് ഡ്രസ് ഇട്ട ഒരാൾ അവിടെ നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിപ്പുണ്ടായിരുന്നു. അതാരെന്നാ ചോദിക്കുന്നത്? എന്നിട്ട് അവൻ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തു ഇത് നമ്മുടെ കൂടെ ഉള്ള ആളല്ല. അപ്പോഴാണ് നമ്മൾ അവനെ എടുത്തോണ്ടിങ്ങി വന്നത്.
കറക്റ്റ് പറഞ്ഞവൻ. സാറേ പറയാൻ വല്ലതും ഉണ്ടോ? അതായത് സ്കൈസോന്റെ ഭാഗത്ത് നമ്മുടെ സോറി കാരണം അവനിപ്പം മിണ്ടാൻ പറ്റില്ല. നാളെ സംസാരിക്കാൻ കൈസോക്ക് മിണ്ടാൻ പറ്റത്തില്ല ബ്രോ. അല്ല അവനും മിണ്ടാൻ പറ്റും. ഇല്ലടാ അങ്ങനെ അതായത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെ പീഡി കൊടുത്തേക്കുന്ന കംപ്ലൈന്റ് അത് ഞാൻ മാറ്റിക്കോളാം, അത് കുഴപ്പമില്ല. സാർ വന്നു മെസ്സേജ് ഉണ്ട് ഇവിടെ അങ്ങ് പറയുകയും ചെയ്ത് കണ്ടോ വൈറ്റ് മുടിയെന്ന്. പ്രശ്നമുണ്ടോ? പ്രശ്നം ഒരു വണ്ടി മോഷണ കേസായിരുന്നു. നമ്മൾ സംസാരിച്ച ഒരു സോൾവ് ആയിക്കൊണ്ടിരിക്കുക. സാറേ അത് നിങ്ങളെ ഇഷ്ടമല്ലേ സാറേ, നമ്മളെന്തിനു പറയാ, നിങ്ങളെ വണ്ടി പോയാൽ സാറ് കൊണ്ട് ഇപ്പൊ രണ്ട് സൈഡിലെ അടി പൊട്ടുന്നു സാറ് വന്നിട്ട് ഉള്ള ഒരു അടി പൊടുന്നു. സാറേ 1209 ID പഴങ്കഞ്ഞി. താങ്ക് യു സാറേ, അത്രേ ഉള്ളൂ. രണ്ടുപേരുടെയും സോറി അവര് പറഞ്ഞത്. അവരുടെ കോലിയേറ്റർ വന്നിട്ട് അത് പറഞ്ഞു. അല്ലേ ജൂണിയമ്മ കാര്യം അറിയാതെ അവൻ നമ്മുടെ അടുത്ത് റേസ് ആയത്. ആ പയ്യനില്ലേ മുണ്ടെടുത്തോണ്ട് പോകുന്നത്. അത് കോലിയേറ്ററിനോട് പറഞ്ഞാൽ മതി, അത് മനസ്സിലാക്കി ഇതാക്കി കൊടുക്കണം പറഞ്ഞു. അവനെയും കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് അവന്റെ കാര്യം പറഞ്ഞാലോ.